ഹായ് ഹലോ അസ്സലാമു അലൈക്കും വണക്കം നമസ്കാരം ഗായ്സ്. പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തോട്ടത്തിലേക്ക് ഒരു യാത്ര പോവാം ഗായ്സ്. നമ്മളിപ്പോൾ തോട്ടത്തിലാണ് ഗായ്സ് ഉള്ളത്. ഇവിടെ നമ്മൾ ചിരട്ടയിലൊക്കെ വെള്ളം നിറഞ്ഞിരിക്കുന്നു, അതൊക്കെ നമ്മൾ തട്ടിക്കളഞ്ഞിരിക്കുകയാണ്. കാരണം മഴയൊക്കെ പെയ്ത് ഇവിടെ കൊതു ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചിരട്ടയിലുള്ള വെള്ളമൊക്കെ കളയാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഗായ്സ്. ഇതാണ് ഗായ്സ് വിഷയം. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ വെട്ടില്ലെങ്കിൽ ചിരട്ടയിൽ ഇങ്ങനെ വെള്ളം കയറും. നമ്മൾ ഈ ചിരട്ടയിൽ എടുത്ത് വെള്ളം കളഞ്ഞ് കമത്തി വെക്കണം, കാരണം കൊതുക് ഒന്നും ഉണ്ടാവരുത് ഗൈസ്. അപ്പോൾ നമ്മുടെ പരിപാടി ഇതാണ് ഗൈസ്. അങ്ങനെ നമ്മൾ തോട്ടത്തിൽ വന്നത് ചിരട്ടയിലുള്ള വെള്ളങ്ങൾ എടുത്ത് കളയാനാണ്. അപ്പോൾ കൊതു ചിരട്ട പൊട്ടി ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, ചിരട്ടയിൽ വെള്ളം ഇത് നമുക്ക് കളയാം ഗൈസ്. ബിസിയാണ് ഗൈസ്. നമുക്ക് ചിരട്ട കമത്തി വെക്കണം ഗൈസ്. ഓക്കെ സെറ്റ് ഗായ്സ്. നല്ല കാറ്റ് ഗായ്സ്. ഇവിടെ നല്ല കാറ്റുണ്ട്. നല്ല സുഖം ഗായ്സ്. ഒരു വിഷയം ഗായ്സ്, ഇതെന്തൊരു ചെടിയാണെന്ന് അറിയാമോ ഗായ്സ്? മുള്ളുണ്ട്, കാലേ കയറി മുള്ളുണ്ട് ഗായ്സ്. വിഷയമുള്ള ചെടിയാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഈ ചെടി ഏതാണെന്ന് അറിയാമോ ഗായ്സ്? കൊള്ളുന്നു ഗായ്സ്. മുള്ളുള്ള ചെടിയാണ് ഗായ്സ്. വിഷയം നമ്മൾ ചൂടത്ത് പോച്ചയൊക്കെ ചെത്തിക്കളഞ്ഞാണ്, പിന്നെ മഴ പെയ്തപ്പോൾ ആ പോച്ചയൊക്കെ പിന്നെ കിടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഗായ്സ്. എല്ലാവരും പറഞ്ഞിട്ടുള്ള ഈ അയ്യത്ത് കുമ്മിള് വരുമെന്നാണ്. പക്ഷേ കുമ്മിള് ഞാൻ ഇവിടെ എല്ലാം നോക്കുകയാണ് ഗായ്സ്. കുമ്മിള് ഇതുവരെ കണ്ടിട്ടില്ല ഗായ്സ്. കുമ്മിളിന് കണ്ടുപിടിക്കണം ഗായ്സ്. ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. നല്ല കഴിക്കാൻ പറ്റുന്ന കുമ്മിളാണ് എന്നാണ് പറഞ്ഞത്, പക്ഷേ ഇവിടെ കാണുന്നില്ല ഗായ്സ്. അങ്ങനെ നമ്മൾ തോട്ടത്തിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ചിരട്ടയില്ല. ഇപ്പോൾ ഡബിൾ സ്ട്രോങ് വെള്ളം നമുക്ക് കളയാം ഗായ്സ്. നമുക്ക് കമത്തിടാം ഗായ്സ്. ഇതാണ് നമ്മുടെ പ്രധാന പണി. ഇനി കുറച്ചുകൂടെ ഉണ്ട് ഗായ്സ്. ഇതിങ്ങനെ നടന്നാൽ കൊതു കയറി ആകെ വിഷയാകും ഗായ്സ്. അങ്ങനെ വിഷയാവാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രതിരോധം ചെയ്യാം ഗായ്സ്. അടുത്തതായിട്ട് കുമ്മിള് തപ്പാം ഗായ്സ്. കുമ്മിള് നല്ല കുമ്മിളുണ്ടോ? കുമ്മിള് കാണണം ഗായ്സ്. കുമ്മിള് നമുക്ക് കഴിച്ചു നോക്കണം. പക്ഷെ കുമ്മിളില്ലെന്ന് തോന്നുന്നു ഗായ്സ്. ഈ ഒരു കുമ്മിളിൻ്റെ മൊട്ട് കുഞ്ഞു കുമ്മിള് ഒരെണ്ണം കണ്ടുപിടിച്ചു ഗായ്സ്. അത് കഴിക്കാൻ പറ്റുന്നതാണോ എന്നറിയില്ല ഗായ്സ്. ഒരിച്ചിരി ഉള്ളത് കുമ്മിളാണ്. നമുക്ക് എന്തായാലും നോക്കാം, ഞാൻ കാണിച്ചു തരാം ഗായ്സ്. ഗായ്സ് കുഞ്ഞൊരു മൊട്ടാണ് ഗായ്സ്. ഞാൻ ഇതുവഴി നടന്നു പോയപ്പോൾ ചിരട്ട നോക്കി പോയപ്പോഴാണ് ഒരു കാര്യം കണ്ടത് ഗായ്സ്. ഞാൻ കാണിക്കാം ഗായ്സ്. നോക്കൂ ഗായ്സ്, നെല്ല് കിളിച്ചിരിക്കുന്നു. പാവം, നല്ല പച്ചപ്പാണ് ഗായ്സ്. അത് നല്ല മനോഹരമായിട്ടില്ല ഗായ്സ്. അവിടെയാണത് ഒരു തോട്ടം പോലെ നല്ല പച്ച പിടിച്ച് നല്ല രസമായിട്ടിരിക്കുന്ന ഗായ്സ്. അരിച്ച് പറക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. കുമ്മിളിവിടെ കാണുന്നില്ല ഗായ്സ്. നമ്മൾ കുമ്മിൾ തപ്പൽ പുനരാരംഭിച്ചിരിക്കുകയാണ്. കുമ്മിള് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. കുമ്മിള് ഗായ്സ്, കുമ്മിൾ ഇവിടെ കാണുന്നില്ല ഗായ്സ്. നമുക്ക് തപ്പാം. തപ്പി കണ്ടുപിടിക്കണമല്ലോ അല്ലേ? അതല്ല എൻ്റെ ഒരു ഇത് ഗായ്സ്. വേറൊരു കുമ്മിള് ഗായ്സ് നമുക്ക് കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം ഗായ്സ്. ഇതാണ് ഗായ്സ് വേറൊരു കുമ്മിള് കണ്ടത്. പക്ഷെ ഇതൊന്നും കഴിക്കുന്നതാണെന്ന് തോന്നുന്നില്ല ഗായ്സ്. അത് എന്താണ് അഴുക്ക് വന്ന പോലെ ഒക്കെ ഇരിക്കുന്നു ഗായ്സ്. ഇതൊന്നും കഴിക്കാൻ പറ്റില്ല ഗായ്സ്. നമുക്ക് ഇനി അടുത്ത തപ്പി നോക്കാം. ആ കുമ്മിള് കഴിക്കുന്നതാണോന്ന് അറിയത്തില്ല. നമുക്ക് തപ്പി നോക്കാം. ഇവിടെ കുമ്മിള് കിളിക്കുമെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഇവിടെ വലിയ കുമ്മിളൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാനൊക്കെ ഇടിയും മഴയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം അല്ലേ? അതല്ല അതിൻ്റെ ഒരു ഇത് കണ്ടുപിടിക്കണ്ടേ? കുമ്മിള് തപ്പി നമ്മൾ തോട്ടത്തിൻ്റെ ഏറ്റവും ലാസ്റ്റിലേക്ക് പോവുകയാണ്. ഇവിടെ അങ്ങ് കാണുന്നില്ല ഗായ്സ്. നമ്മൾ വെറുതെ വന്ന് തപ്പുവാന്ന് തോന്നുന്നു. ചിരട്ടയിലെ വെള്ളം കളയാൻ വന്ന ഞാനാ കുമ്മിള് തപ്പി പോകുന്നത്. പക്ഷേ ചിരട്ടയിലെ വെള്ളമെല്ലാം ഏകദേശം നമ്മളെല്ലാം കളഞ്ഞ് ഇനി ഇവിടെ കൊതു വരാൻ സാധ്യതയില്ല. ചിരട്ടയിലെ വെള്ളം എല്ലാം തട്ടിക്കളഞ്ഞു. ഇനി കുമ്മിള് നമ്മളൊന്ന് കണ്ടുപിടിക്കണ്ടേ? അതല്ല അതിൻ്റെ ഒരു ഇത്. കണ്ടുപിടിക്കണം. പക്ഷെ കുമ്മിളില്ല ഗായ്സ്. ഞാനിങ്ങനെ അറ്റത്ത് വന്നിരിക്കുന്നു ഗായ്സ്. ഇവിടെ ഒന്നും കുമ്മിളില്ല ഗായ്സ്. ഇവിടെ ഒന്നും കുമ്മിളില്ല. വെറുതെ തപ്പി. എല്ലാവരും പറഞ്ഞു പക്ഷെ കുമ്മിള് കാണും. പക്ഷെ ഇവിടെ ഒന്നും കാണുന്നില്ല. അങ്ങനെ കുമ്മിള് കിട്ടിയില്ല ഗായ്സ്. പക്ഷേ ചിരട്ടയിലെ വെള്ളമെല്ലാം കളഞ്ഞ് നമ്മൾ ഹാപ്പിയാണ്. ഇനി ഇവിടെ കൊതു ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യുക. ഇപ്പം മഴയുള്ള സമയമാണ്. അപ്പോൾ ഇനി വെള്ളം കെട്ടി കിടന്നാൽ ഞാൻ ഭയങ്കര കൊതു വരുന്നതാണ്. അപ്പോൾ ഇനി കൊതു വരാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ചബരി പോയ അടുത്ത വ്ളോഗുമായി കാണുന്നവർ ടാറ്റാ ബൈ.